ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കറീന. IPLലെ നാലാമത്തെ മത്സരത്തിന് വേണ്ടിയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ഇന്ന് ഇറങ്ങുന്നത്. എതിരാളികൾ ഡൽഹി ക്യാപിറ്റൽസ് ആണ്. ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 7:30 ചെന്നൈയിലെ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. ഈ മത്സരത്തിലെങ്കിലും CSKക്ക് ആദ്യ പോയിന്റ് കരസ്ഥമാക്കേണ്ടതുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം നൽകുന്ന കാര്യം എന്തെന്നാൽ ഡിവാൾഡ് ബ്രവിസ് തിരിച്ചെത്തുകയാണ്. ഇന്നത്തെ മത്സരത്തിൽ അദ്ദേഹം കളിക്കും എന്നുള്ളത് ഒട്ടുമിക്ക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഒരു പ്ലേയിങ് 11 എങ്ങനെയാകും അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ESPN ക്രിക്കിൻഫോ നൽകിയ പ്രോബബിൾ ലൈനപ്പാണ് നമ്മൾ പരിശോധിക്കുന്നത്. സഞ്ജു സാംസൺ, രുദ്രാജ് ഗൈക്വാദ് എന്നിവരായിരിക്കും ഓപ്പൺ ചെയ്യുക. 3-ാം നമ്പറിൽ ആയുഷ് മാത്രേ, അതിനുശേഷം ശിവം ദുബെ, അതിനുശേഷമാണ് ഡിവാൾഡ് ബ്രവിസിനെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നീട് സർഫറാസ് ഖാൻ, പിന്നീട് കാർത്തിക് ശർമ്മയോ അതല്ലെങ്കിൽ പ്രശാന്ത് വീറോ കളിച്ചേക്കും. ഈ രണ്ടിൽ ഒരു താരത്തിനായിരിക്കും ഇടം ലഭിക്കുക. അതിനുശേഷം ജാമി ഓവർട്ടൺ, പിന്നീട് മാറ്റ് ഹെൻറി, നൂർ അഹമ്മദ്, അൻഷുൽ കമ്പോജ്, അതുപോലെ തന്നെ ഇമ്പാക്റ്റ് പ്ലെയർ ആയിക്കൊണ്ട് ഖലീൽ അഹമ്മദ്. ഇങ്ങനെയായിരിക്കും CSKയുടെ ഒരു പ്ലേയിങ് 11. ഇനി ഡൽഹി ക്യാപിറ്റൽസിന്റെ 11 കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. പദും നിസാങ്ക, KL രാഹുൽ, നിതീഷ് റാണ അതല്ലെങ്കിൽ അശുതോഷ് ശർമ്മ, സമീർ റസ്വി, ഡേവിഡ് മില്ലർ, അക്സർ പട്ടേൽ, ട്രിസ്റ്റൻ സ്റ്റെപ്സ്, വിപ്രാജ് നിഗം, കുൽദീപ് യാദവ്, ലുങ്കി എങ്കിടി, T നടരാജൻ, മുകേഷ് കുമാർ. ഇങ്ങനെയായിരിക്കും ഡൽഹി ക്യാപിറ്റൽസിന്റെ ഒരു 11 വരിക എന്നുള്ളതാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്തുള്ള ടീമാണ് CSK. അവർക്ക് ഇന്ന് വിജയം നേടേണ്ടതുണ്ട്. ഡൽഹി ക്യാപിറ്റൽസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 3 മത്സരങ്ങൾ കളിച്ചപ്പോൾ 2 മത്സരങ്ങളിൽ അവർക്ക് വിജയം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു തോൽവി അവർക്ക് വഴങ്ങേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.